കൃത്യമായ മറുപടി മൗനമായി സൈലൻ്റായി വളരെ വിജിലൻ്റായി കൊടുത്തിരിക്കുന്നു ട്രംപ് എന്ന് തന്നെ പറയാം. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നരേന്ദ്രമോദി എത്താത്തതിനെ പറ്റി പല വിഷയത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള ഗോസിപ്പുകളും അടിച്ചിറക്കാൻ ഇവിടെയുള്ള പല ആളുകളും ശ്രമിച്ചിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതെന്തോ ആവട്ടെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അപ്പോൾ ജയശങ്കറിന് കിട്ടിയ ഇരിപ്പിടം തന്നെ എല്ലാ മാധ്യമങ്ങളിലും, അതായത് ലോക മാധ്യമങ്ങളിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. മറ്റ് രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ, മറ്റ് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരൊക്കെ ഇരിക്കുന്ന റോയിൽ സാധാരണഗതിക്ക് ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രിക്ക് ഇടം കിട്ടാറില്ല. അത് അവരുടെ ബാക്ക് റോയിലാണ് സാധാരണ ഇടം കിട്ടാറ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരിക്കാണ് ആദ്യ റോയിലൊക്കെ ഇടം കിട്ടാറുള്ളൂ. മാത്രവുമല്ല, ഭരണാധികാരിക്ക് മറ്റു രാജ്യത്തിൻ്റെ ഭരണാധികാരിയോടൊപ്പം ചേർന്ന് ഇരിക്കാറുള്ള ഒരു രീതി അവിടെ അനുവദിക്കാറുമില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറ്റു രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരോടൊപ്പവും പ്രധാനമന്ത്രിമാരോടൊപ്പമുള്ള അതേ റോയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുറകിലത്തെ റോയിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ തന്നെ ട്രംപ് കൃത്യമായ പ്രോട്ടോക്കോളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് താൽക്കാലികമായിട്ട് അതിനൊരു ലംഘനം നടത്തിക്കൊണ്ട് ട്രംപ് കൊടുത്ത ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചന, ഇന്ത്യയെ എത്രത്തോളം താൻ, നരേന്ദ്രമോദിയെ, ഇന്ത്യൻ ഭരണകൂടത്തെയൊക്കെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയായിരുന്നു അത്.